Hello students, welcome to my channel Chemistry Notes by Tripy. ഇത് എൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ എടുത്തത് കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ കെമിസ്ട്രിയിലെ CBSE സിലബസിലെ ആ ചാപ്റ്ററിൽ പാർട്ട് 2 ആണ്. പാർട്ട് 1 കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ഇടുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഇന്ന് ഞാൻ പാർട്ട് 2 ക്ലാസ് എടുക്കാൻ പോകുന്നത് കെമിക്കൽ ഇക്വേഷൻസിനെ കുറിച്ചാണ്. അത് എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത് പാർട്ട് 2. അപ്പോൾ നമുക്ക് കടക്കാം. കെമിക്കൽ ഇക്വേഷൻസ്. അപ്പോൾ കെമിക്കൽ ഇക്വേഷൻസ് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ടിവിറ്റി 1 പഠിച്ച ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നെ നമുക്ക് എടുക്കാം. അതായത് അതിൽ നമ്മൾ മെഗ്നീഷ്യത്തിനെ കുറിച്ചാണ് പഠിച്ചത്. മെഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ഫോമിങ് മെഗ്നീഷ്യം ഓക്സൈഡ്. അതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്കത് വേർഡായിട്ട് ആ റിയാക്ഷനെ നമുക്ക് എഴുതാം. മെഗ്നീഷ്യം reacts with oxygen forming magnesium oxide. ഇതാണ് നമ്മൾ പഠിച്ചത്. മെഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ഫോമിങ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഇതിപ്പോൾ ഒരു വേർഡായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ട് നമുക്ക് ഇക്വേഷൻ ഫോമിലാക്കാൻ പറ്റും. വേർഡിൽ നിന്ന് നമുക്ക് ഇക്വേഷനിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിലെ റിയാക്റ്റൻസ് എല്ലാം മനസ്സിലാക്കാനും കഴിയും. നമുക്കതിനെ ഇക്വേഷനിൽ എങ്ങനെ ആക്കാമെന്ന് നോക്കാം. അതെങ്ങനെയായിരിക്കും? മെഗ്നീഷ്യത്തിൻ്റെ സിമ്പൽ എന്ന് പറയുന്നത് Mg അല്ലേ? അപ്പോൾ നമുക്ക് Mg എഴുതുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മെഗ്നീഷ്യം ജസ്റ്റ് ഒന്ന് എഴുതി പോവാം. സിമ്പലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ്. മെഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് മെഗ്നീഷ്യം ഓക്സൈഡ്. ഇപ്പോൾ ഇവിടെ പ്രധാനമായും നമ്മൾ 2 കാര്യങ്ങളാണുള്ളത്. റിയാക്റ്റൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോഡക്ട്സ് ഉണ്ട്. ഇവിടുത്തെ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? മെഗ്നീഷ്യവും ഓക്സിജനുമാണ് ഇവിടുത്തെ റിയാക്റ്റൻസ്. അതുപോലെ തന്നെ ഇവിടെ പ്രോഡക്റ്റ് ഏതാണ്? ഒരു പ്രോഡക്റ്റേ ഉള്ളൂ. പ്രോഡക്റ്റ് ഏതാണ്? മെഗ്നീഷ്യം ഓക്സൈഡാണ്. ഇനി നമുക്കിതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അതായത് നമുക്ക് റിയാക്റ്റൻസ് എന്നൊരു ടേം ഇവിടെ വന്നായിരുന്നു അല്ലേ? റിയാക്റ്റൻസ് എന്നൊരു ടേം. അപ്പോൾ എന്താണ് റിയാക്റ്റൻ്റ് അല്ലെ? എന്താണ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞാൽ the substances that undergo chemical change in the reaction. The substances that undergo chemical change in the reaction. ഒരു റിയാക്ഷനിൽ കെമിക്കൽ ചേഞ്ച് നടക്കുന്ന ഏതിനാണോ കെമിക്കൽ ചേഞ്ചസ് നടക്കുന്നത് ആ സബ്സ്റ്റൻസുകളെയാണ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഏത് സബ്സ്റ്റൻസസ് ആണോ കെമിക്കൽ ചേഞ്ചിന് വിധേയമാകുന്നത്, ഏത് സബ്സ്റ്റൻസസിലാണോ കെമിക്കൽ ചേഞ്ച് നടക്കുന്നത്, മാറ്റം സംഭവിക്കുന്നത്, അവരെയാണ് നമ്മൾ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു ടേമിലോട്ട് വരുന്നത് പ്രോഡക്റ്റാണ്. എന്താണ് പ്രോഡക്റ്റ്? ഇവിടുത്തെ പ്രോഡക്റ്റ് മെഗ്നീഷ്യം ഓക്സൈഡാണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. എന്താണ് പ്രോഡക്റ്റ്? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ. ദ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ. ഒരു റിയാക്ഷനിൽ പുതിയതായിട്ടുണ്ടാകുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് നമ്മളിവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പുതിയതായിട്ട് ഉണ്ടായിക്കഴിഞ്ഞു,
അതിനെയാണ് നമ്മളിവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ റിയാക്റ്റൻസ് ഏതാണ്? ഈ ഇതിൽ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് മെഗ്നീഷ്യവും ഓക്സിജനുമാണ് ഇവിടുത്തെ റിയാക്റ്റൻസ്. പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മെഗ്നീഷ്യം ഓക്സൈഡാണ്. അപ്പോൾ ഈ ഒരു ചെറിയ സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ റിയാക്റ്റൻസിൻ്റെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. റിയാക്റ്റൻസിന് എന്താണെന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് എല്ലാം എപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് കാണപ്പെടുന്നത്. റിയാക്റ്റൻസിന് നമ്മളെപ്പോഴും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് എഴുതുന്നത്. അതുപോലെ പ്രോഡക്ട്സിനെ ആണെങ്കിലോ നമ്മളെപ്പോഴും റൈറ്റ് ഹാൻഡ് സൈഡിലാണ് എഴുതുന്നത്. ഇനി റിയാക്റ്റൻസിന് ഇപ്പോൾ 2 റിയാക്റ്റൻസ് ഉണ്ട്. അപ്പോൾ അവർക്കിടയിൽ നമ്മളെപ്പോഴും ഒരു പ്ലസ് സൈൻ വെച്ചിട്ടാണ് റിയാക്റ്റൻസിനെ എഴുതുന്നത്. അതുപോലെ തന്നെ പ്രോഡക്ട്സിൽ ഇപ്പോൾ ഒരു പ്രോഡക്റ്റേ ഉള്ളൂ, ഒരു പക്ഷേ 2 or 3 പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അവർക്കിടയിലും നമ്മൾ പ്ലസ് സൈൻ കൊടുക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പോലെ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ അല്ല, ജസ്റ്റ് ഇതിനെക്കുറിച്ച് അറിയേണ്ട 2 ടേംസ് ഇവിടെ വരുന്നുണ്ട്, റിയാക്റ്റൻസും പ്രോഡക്റ്റും. അപ്പോൾ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ദ സബ്സ്റ്റൻസസ് ദാറ്റ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ച് ഇൻ ദ റിയാക്ഷൻ ആർ കോൾഡ് റിയാക്റ്റൻസ്. ആൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദ ന്യൂ സബ്സ്റ്റൻസ് ഫോംഡ് ഡ്യൂറിങ് ദ റിയാക്ഷൻ ഈസ് കോൾഡ് പ്രോഡക്റ്റ്. ഈ 2 ടേംസാണ് വരുന്നത്. ഇനി നമുക്ക് അതുപോലെ ഈ ആരോ ഹെഡ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? ഈ ആരോ ഹെഡ് അത് പ്രോഡക്റ്റിലോട്ടാണ് ആരോ ഹെഡ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴും. അതുപോലെ ഡയറക്ഷൻ, റിയാക്ഷൻ എങ്ങോട്ടാണ് നടക്കുന്നത് അതിൻ്റെ ഡയറക്ഷനും കാണിക്കുന്നത് ഈ ആരോ ഹെഡ് വഴിയാണ്. അപ്പോൾ ഒരു കെമിക്കൽ ഇക്വേഷൻ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷനെ തന്നെയാണ് ഒരു കെമിക്കൽ ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്കൊരു കെമിക്കൽ റിയാക്ഷൻ ഷോർട്ടായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതിവിടെ ഒരു കെമിക്കൽ ഇക്വേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് നമ്മൾ ഒരുപാട് നീട്ടി എഴുതേണ്ട ആവശ്യമില്ല, ഒരു ഇക്വേഷൻ വഴി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാലൻസിങ് ആണ്. കെമിക്കൽ ഇക്വേഷൻ്റെ ബാലൻസിങ് ആണ്. അപ്പോൾ ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷനിലോട്ട് പോവുകയാണ്. ഞാൻ ഷോർട്ടായിട്ടാണ് ഇക്വേഷൻ എന്ന് എഴുതിയിരിക്കുന്നത്. ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. അതിന് ഞാനൊരു സിമ്പിളായിട്ടൊരു ജസ്റ്റ് നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷന് തന്നെ സിമ്പിൾ വെച്ചിട്ട് ഞാൻ എഴുതുകയാണ്. ഇപ്പം മെഗ്നീഷ്യം ആണെങ്കിൽ നമുക്ക് Mg എന്ന് എഴുതാം. ഓക്സിജൻ നമ്മൾ O2 എന്നാണ് എഴുതുന്നത്, O എന്നല്ല, ഓക്സിജൻ്റെ സിമ്പിൾ O2 ആണ്. എന്താണ് ഓക്സിജൻ, ഹൈഡ്രജൻ ഇവരെല്ലാം നമ്മൾ O2, H2, ക്ലോറിൻ ആണെങ്കിൽ Cl2 എന്നാണ് എഴുതുന്നത്. നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ അത് എന്താണ് റീസൺ എന്നുള്ളത് പഠിച്ചതാണ്. അപ്പോൾ ഞാൻ ഇനി മെഗ്നീഷ്യം ഓക്സൈഡിൻ്റെ ഫോർമുല MgO ആയിട്ട് മാറി. ഇനി നമുക്കിതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നോക്കേണ്ടത് ആദ്യം ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ബോക്സ് വരച്ചാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ബോക്സ് വരച്ചൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം ഞാൻ മെഗ്നീഷ്യം എഴുതി, അതിൻ്റെ LHS, RHS. ഇനി O2 ഓക്സിജൻ എഴുതി, ഓക്സിജൻ്റെ LHS, RHS. ഷോർട്ടായിട്ടാണ് ഓക്സിജൻ എന്ന് എഴുതുന്നതിന് പകരമാണ് O എന്ന് ഇട്ടിരിക്കുന്നത്, മറ്റേത് മെഗ്നീഷ്യം Mg എന്ന് ഇട്ടിരിക്കുന്നത്. RHS എഴുതി ഒരു ബോക്സ് വരയ്ക്കുകയാണ് ഞാൻ. എന്നിട്ട് നമുക്ക് നോക്കാം, LHSൽ കൊടുക്കാം. LHSൽ മെഗ്നീഷ്യം, LHSൽ എത്രയുണ്ട്? മെഗ്നീഷ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മെഗ്നീഷ്യം എത്ര ആറ്റംസാണ് ഇവിടെ ഉള്ളത്? ഒരാറ്റമേ ഉള്ളൂ, ഒരു മെഗ്നീഷ്യം ആറ്റമല്ലേ ഉള്ളൂ. അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? അതായത് മെഗ്നീഷ്യത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്രയാണ് നമ്പർ, അതാണ് എത്ര നമ്പർ ഓഫ് ആറ്റംസ് എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലും ഈ നമ്മളിനി അടുത്ത ഇക്വേഷൻ വരുമ്പോൾ പറയാം നമ്പർ ഓഫ് ആറ്റംസ് എത്ര. ഇപ്പോൾ തൽക്കാലം മെഗ്നീഷ്യത്തിൻ്റെ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല, അപ്പോൾ ഇതിനർത്ഥം മെഗ്നീഷ്യം നമ്പർ ഓഫ് ആറ്റംസ് 1 ആണ്. ഓക്സിജൻ ആണെങ്കിലോ ലെഫ്റ്റ് സൈഡിൽ ഒന്നും എഴുതിയിട്ടില്ല, പക്ഷേ ഇവിടെ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ 1 ആണെന്നാണ് അർത്ഥം, ഇത് 2 ആണ്. അപ്പോൾ 1 × 2 എത്രയാണ്? 2. അപ്പം ഓക്സിജൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് LHSൽ 2 ആണ്. അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ ഇവിടെയുള്ള ഡിജിറ്റും നോക്കണം, ഇവിടെയുള്ള ഡിജിറ്റും നോക്കണം. 2 ഡിജിറ്റും ഇവിടെ ഉണ്ടെങ്കിൽ ഈ 2 ഡിജിറ്റുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വേണം നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാൻ. ഇപ്പോൾ ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. അതുകൊണ്ട് 1 × 1 1 ആണ് മെഗ്നീഷ്യം നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 1. ഓക്സിജൻ ആണെങ്കിൽ ഇവിടെ 1 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ 1 × 2
2 ആണ്. ഇനി പ്രോഡക്റ്റ് സൈഡിൽ മെഗ്നീഷ്യം, റൈറ്റ് ഹാൻഡ് സൈഡിൽ മെഗ്നീഷ്യം എത്രയുണ്ട്? ഇവിടെ 1 ആണ്, രേഖപ്പെടുത്തിയിട്ടില്ല ഒന്നും. അപ്പോൾ ഇതിനർത്ഥം മെഗ്നീഷ്യം 1 ആണ്. O ആണെങ്കിലോ അവിടെയും 1 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും നമ്പർ ഓഫ് ആറ്റംസ്, ഒരു എലമെൻറ്റിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് സെയിം തന്നെ വരണം. എന്നാൽ മാത്രമേ നമ്മളത് ബാലൻസ്ഡ് ഇക്വേഷൻ എന്ന് പറയൂ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മെഗ്നീഷ്യം കറക്റ്റാണ്, ഇവിടെയും 1 തന്നെയാണ്, ഇവിടെയും 1 ആണ്. പക്ഷേ റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് ഓക്സിജൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 ഉണ്ട്, ആ സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ എന്താണ്? അൺബാലൻസ്ഡ് ഇക്വേഷൻ ആണെന്ന് നമുക്ക് പറയാം. എന്ത് ഇക്വേഷൻ ആണെന്ന് പറയാം? അൺബാലൻസ്ഡ് ഇക്വേഷനാണ്. ഇക്വേഷൻ അൺബാലൻസ്ഡ് ഇക്വേഷനാണ്, അൺബാലൻസ്ഡ് ഇക്വേഷൻ. അതുപോലെ തന്നെ ഈ ഇക്വേഷനെ നമ്മൾ ഈ ജസ്റ്റ് ഇങ്ങനെ എഴുതുന്ന ഒരു ഇക്വേഷൻ, ബാലൻസ് ചെയ്യാതെ തന്നെ നമ്മളിങ്ങനെ എഴുതുന്ന ഇക്വേഷനെ സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയും. സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ. സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷൻ്റെ ഒരു സ്കെലിറ്റൽ, ഒരു ചട്ടക്കൂട് മാത്രം, വെറും ഒരു ഇതായതേ ഉള്ളൂ. ഇനി വേണം അതിൽ ഫ്ലഷ് ചെയ്തൊക്കെ വരുന്നത് നമ്മളെ സ്കെലിറ്റൽ പോലെ, ഇനി വേണം നമ്മളതിനെ ബാലൻസ് ചെയ്ത് റെഡിയാക്കി എടുക്കാൻ. ഇത് വെറും ഒരു സ്കെലിറ്റൽ മാത്രമാണ്. അപ്പോൾ ഇത് അൺബാലൻസ്ഡ് ഇക്വേഷനാണ്. അതുപോലെ തന്നെ സ്കെലിറ്റൽ കെമിക്കൽ ഇക്വേഷനാണ്. ഇപ്പോൾ ഒരു ഇക്വേഷൻ്റെ സ്കെലിറ്റൽ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇത് ബാലൻസ് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ആ സിമ്പിൾ കൊടുത്ത് എഴുതിയാൽ മാത്രം മതി. അതാണ് അതിൻ്റെ സ്കെലിറ്റൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാലൻസിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ബാലൻസിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇക്വേഷൻ ഇപ്പോഴും ബാലൻസ് ആയിട്ടില്ല, നമ്മൾ ബാലൻസിങ്ങിലേക്ക് ഇനി കടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ബാലൻസിങ്ങിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഈ കെമിക്കൽ ഇക്വേഷനിൽ ഒരു ലോ വരുന്നുണ്ട്, കെമിക്കൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ, ഇതിൽ ഒരു ലോ വരുന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കുക. എന്താണ് ആ ലോ എന്ന് പറയുന്നത്? ഏത് ലോ അനുസരിച്ചാണ് ഇത് ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ വരുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഏത് ലോ ആണ് വരുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഈ ലോ ആണ് ഇവിടെ വരുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് ഇവിടെ വരുന്ന ലോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയുന്നത്? മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. അത് നമ്മൾ എനർജി, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പോലെ തന്നെ മാസിൻ്റെ കേസിലും മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതായത് ഇവിടെ പറയുന്നത് എന്താണ്? അങ്ങനെ ആ ഒരു ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതായത് ടോട്ടൽ മാസ് ഓഫ് ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ പ്രോഡക്റ്റിൽ എലമെൻറ്റിൻ്റെ ടോട്ടൽ മാസ്, പ്രോഡക്റ്റിലുള്ള എലമെൻറ്റിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് റിയാക്റ്റൻസിലെ മാസിന് ഈക്വലാണ് എലമെൻറ്റിൻ്റെ. അതായത് മെഗ്നീഷ്യത്തിൻ്റെ ടോട്ടൽ മാസ് ഇവിടെ 1 ആണ്, റിയാക്റ്റൻറ്റിലെയും 1 തന്നെയാണ്. അങ്ങനെ ആയിരിക്കണം, എന്നാൽ മാത്രമേ. പക്ഷേ ഓക്സിജൻ അങ്ങനെ അല്ല, അതുകൊണ്ട് ഇത് അൺബാലൻസ്ഡ് റിയാക്ഷനാണ്, വ്യത്യാസമുണ്ട്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത് ടോട്ടൽ മാസ് ഓഫ് ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ പ്രോഡക്ട്സ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് ദ എലമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ റിയാക്റ്റൻസിലും പ്രോഡക്ട്സിൻ്റെയും എലമെൻറ്റ്സിൻ്റെ ടോട്ടൽ മാസ്, ഏതൊരു എലമെൻ്റാണോ നമ്മൾ എടുക്കുന്ന അതിൻ്റെ ടോട്ടൽ മാസ് റിയാക്റ്റൻസ് സൈഡിലും പ്രോഡക്റ്റ് സൈഡിലും ഈക്വൽ ആയിരിക്കണം. അതുപോലെ നമുക്ക് അതിനെ വേറെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുന്ന രീതി പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ഈച്ച് എലമെൻറ്റ് റിമെയിൻസ് ദ സെയിം ബിഫോർ ആൻഡ് ആഫ്റ്റർ എ കെമിക്കൽ റിയാക്ഷൻ. അതായത് ഓരോ എലമെൻറ്റിൻ്റെയും നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും ബിഫോർ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പും ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാലും ഒരു എലമെൻറ്റിൻ്റെ നമ്പർ ഓഫ് ആറ്റംസ് സെയിം ആയി തന്നെ നിൽക്കും എന്നാണ് എന്ത് പറയുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ നമ്മളിപ്പോൾ ചെയ്തു വെച്ച ഇക്വേഷനെ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. അതായത് Mg + O2 ഗീവ്സ് MgO. നമുക്ക് LHS RHS ഒക്കെ നമുക്കിപ്പോൾ മെഗ്നീഷ്യം സെയിം ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമുക്കിവിടെ എന്താണ് ഡിഫറൻറ്റ് വന്നത്?
മാറ്റം വന്നത് ഓക്സിജനിലാണ് വ്യത്യാസം വന്നത്. അപ്പോൾ എവിടെയാണ് ഓക്സിജനിൽ കുറവ് വന്നിരിക്കുന്നത്? പ്രോഡക്റ്റിലാണ് ഓക്സിജൻ കുറവ്. റിയാക്റ്റൻറ്റിൽ 2 എണ്ണം ഉണ്ട്, പക്ഷേ പ്രോഡക്റ്റിൽ 1 ഉള്ളൂ. അപ്പം നമുക്ക് ഒന്നുകൂടെ കൊടുക്കാം, അപ്പോൾ 2 ആക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 ഇട്ട് കൊടുക്കുകയാണ്. 1 ഏതായാലും ഇതിൻ്റെ ഒന്നും ഇല്ലാതെ ഇരിക്കുന്നു എന്നർത്ഥം. ഇവിടെ 1 ഉണ്ട്, പക്ഷേ എന്നിട്ട് ഓക്സിജൻ 1 ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 ഉണ്ട്, അപ്പോൾ ഞാൻ ഇവിടെ 2. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എന്തൊരു നമുക്ക് ഡിജിറ്റ്സ് എല്ലാം ഈ പോർഷന് മാത്രമേ ഇക്വേഷനിൽ ഇടാൻ കഴിയൂ. ഒരു ഇക്വേഷൻ അല്ല, ഒരു ഫോർമുലയിലോ അല്ലെങ്കിൽ ഒരു സിമ്പൽ, ഒരു എലമെൻറ്റിൻ്റെ ഈ ഭാഗത്ത് മാത്രമേ നമുക്ക് ഇടാൻ കഴിയൂ, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ടിൻ്റെ ഈ ഭാഗത്ത് മാത്രമേ ഇടാൻ കഴിയൂ. നമുക്കൊരിക്കലും താഴെ ഇട്ട് കൊടുക്കാനുള്ള അവകാശമില്ല, അല്ല നമുക്കതിനുള്ള ഇതില്ല. നമുക്ക് ഇവിടെ മാത്രമേ ഇടാൻ പറ്റൂ. താഴെ ഇടാൻ അതൊരു കോമ്പൗണ്ട്, അത് മൊത്തം ചേഞ്ചോ, എലമെൻറ്റ് തന്നെ ചേഞ്ച് അല്ലെ കോമ്പൗണ്ടിൽ മാറ്റം ഉണ്ടാവും. അപ്പം നമുക്ക് ഇവിടെ മാത്രമേ ഒരു ഡിജിറ്റ്സ് ഇട്ട് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാനിവിടെ 2 ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ചെക്ക് ചെയ്യുകയാണ് കറക്റ്റ് ആയോ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഓക്സിജൻ 2 ആണ്, ഇവിടെയും 2 ആയി. ഈ 2 എന്ന് പറയുന്നത് Mgയ്ക്കും ബാധകമാണ്, ഓക്സിജനും ബാധകമാണ്. ഈ 2 രണ്ടിനും കൂടെ ഉള്ളതാണ് ഈ 2 ഇവിടെ ഇട്ടിരിക്കുന്നത്. 2 എണ്ണം ഉള്ളതുകൊണ്ട് രണ്ടിനും കൂടെ ചേർത്താണ് 2 വരുന്നത്. അപ്പോൾ ഇത് ഓക്സിജനും ബാധകമാണ്, മെഗ്നീഷ്യത്തിനും ബാധകമാണ്. അപ്പോൾ ഇവിടെ 2 ആയി. ഓക്സിജൻ സെയിം ആയി, ഇവിടെയും 2, ഇവിടെയും 2. പക്ഷേ മെഗ്നീഷ്യം ആണെങ്കിലോ ഇവിടെ 1 ആണ്, പക്ഷേ ഇവിടെ മെഗ്നീഷ്യം 2 ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെയും ഇട്ട് കൊടുക്കും. നമുക്ക് LHSലായിരുന്നാലും RHSലായിരുന്നാലും ഈ ഭാഗത്ത് ഡിജിറ്റ്സ് ഇടാം, പക്ഷേ നമുക്ക് ഈ താഴെ ഭാഗത്തൊന്നും നമുക്ക് ഇടാൻ പാടില്ല. അപ്പോൾ ഇതിനി നമുക്ക് നോക്കാം. മെഗ്നീഷ്യം ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. മെഗ്നീഷ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എത്ര ആറ്റംസ് ഉണ്ട്? ഈ എലമെൻറ്റിൽ എത്ര ആറ്റംസ് ഉണ്ട്? 2 ഉണ്ട്. ഇവിടെയും 2 തന്നെയാണ്. ഓക്സിജൻ ആണെങ്കിലോ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ആണ്, ഇവിടെയാണെങ്കിൽ 2 തന്നെ. അപ്പോൾ സെയിം. അപ്പോൾ ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനായിട്ട് മാറി. ഇനി നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അതായത് അടുത്ത എക്സാമ്പിൾ നമ്മൾ ആക്ടിവിറ്റി 3ൽ പഠിച്ച ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം. അത് ഞാൻ വേർഡ് ഇക്വേഷൻ എഴുതുകയാണ്. സിങ്ക് പ്ലസ് സൾഫ്യൂരിക് ആസിഡ് gives zinc sulfate പ്ലസ് ഹൈഡ്രജൻ. ചില കേസിൽ ഇങ്ങനെയായിരിക്കും ഇക്വേഷൻ തരുന്നത്. നമ്മളിതിനെ സിമ്പൽ കൊടുത്ത് എഴുതി പോവേണ്ടി വരും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സിങ്ക് ZN എന്ന് എഴുതാം. സൾഫ്യൂരിക് ആസിഡ് H2SO. കുറച്ച് സ്പേസ് ഇവിടെ കൊടുക്കണം, എന്നാലേ നമുക്കിവിടെ ബാലൻസിങ് നമ്പേഴ്സ് ഇടാൻ പറ്റൂ. H2SO4 gives zinc sulfate ZnSO4 പ്ലസ് H2. ഇനി നമുക്ക് നോക്കാം. ഇവിടെ 2 ആണ്. ഇനി ബാലൻസിങ് നോക്കാം. നിങ്ങൾ കൂടുതലും ബോക്സ് ടെക്സ്റ്റിൽ കോളം വരച്ചാണ് പറയുന്നത്, പക്ഷേ അത് കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയിട്ടും ടൈം വേസ്റ്റിംഗ് ആണ്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഒരു പെൻസിൽ വെച്ച്, പേന വെച്ച് എഴുതിയിട്ട് നമ്മൾ പെൻസിൽ വെച്ച് കറക്റ്റ് ബാലൻസിങ് ആയ ശേഷം അത് പേന വെച്ച് എഴുതുന്നതായിരിക്കും നല്ലത്. ബോക്സ് ഇങ്ങനെ എഴുതി വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകാനാണ് സാധ്യത. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ബോക്സ് വരച്ച് കാണിക്കാം. ടെക്സ്റ്റിലെ പോലെ തന്നെ എലമെൻറ്റ്, number of atoms of reactants, അത് LHS. ഇനി number of atoms of products, അവിടെ വരുന്നത് RHS ആണ്. ഇനി ഞാനിവിടെ ഏതൊക്കെ എലമെൻറ്റുകളാണ് എന്നുള്ളത് എഴുതാം. ഏതൊക്കെ എലമെൻറ്റ് ഇവിടെ മൊത്തത്തിൽ വരുന്നുണ്ട്? സിങ്ക് വരുന്നുണ്ട്, പിന്നെ ഹൈഡ്രജൻ വരുന്നുണ്ട്, സൾഫർ വരുന്നുണ്ട്, ഓക്സിജൻ വരുന്നുണ്ട്. ഇത്രയും വരുന്നുണ്ട്. ഇനി സിങ്ക് LHSൽ എത്ര സിങ്ക് ആറ്റം ഉണ്ട്? 1 സിങ്ക് ആറ്റം ആണുള്ളത്. അതെ, 1 ആണുള്ളത്. RHSലാണെങ്കിലോ 1 തന്നെയാണ്. ഹൈഡ്രജൻ LHSൽ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. RHSലാണെങ്കിലോ 2 തന്നെയാണ്. ഇനി സൾഫർ LHSൽ 1 ആണ്, RHSൽ 1 തന്നെയാണ്. ഇനി ഓക്സിജൻ LHSൽ എത്രയുണ്ട്? 4 ഉണ്ട്. RHSലും 4 തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ എല്ലാം സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്.
അപ്പോൾ ഇതൊരു അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ്. നമുക്കിനി ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനായിട്ട് മാറി. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. Fe പ്ലസ് H2O gives Fe3O4 പ്ലസ് H2. ഇത് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിട്ട് ഇടുകയാണ്. Fe3H2. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഈ ബോക്സ് ഒന്നും വരയ്ക്കാതെ ജസ്റ്റ് പറയാണ്. Fe എത്ര എണ്ണം ഉണ്ട്? ഒരു Fe ഉള്ളൂ. ഇവിടെ ആണെങ്കിലോ 3 Fe ഉണ്ട് അല്ലേ? 3 Fe ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ 3 ഇട്ട് കൊടുക്കുകയാണ്. 3 ഇട്ട് കൊടുത്തു. അപ്പോൾ Fe കറക്റ്റായി. ഇനി ഹൈഡ്രജൻ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെയും 2 എണ്ണം ഉണ്ട്. സെയിം ആണ്, കറക്റ്റാണ്. ഓക്സിജൻ ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 ഉണ്ട്. ഇവിടെ ഓക്സിജൻ എത്രയാണ്? 4 എണ്ണം ഉണ്ട് അല്ലേ? ഇവിടെ ഓക്സിജൻ 4 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പം നമുക്ക് ഓക്സിജൻ 4 ആവണം. കുറവ് എവിടെയാണ്? അവിടെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 4 ഇട്ട് കൊടുത്തു. 4 ഇട്ട് കൊടുത്തപ്പോൾ ഇവിടെ ഹൈഡ്രജൻ എത്രയായി? ഹൈഡ്രജൻ 8 ആയി അല്ലേ? 4 ഇട്ട് കൊടുത്തപ്പോൾ ഹൈഡ്രജൻ 8 ആയി. പക്ഷേ ഇവിടെ ഹൈഡ്രജൻ RHSൽ ഹൈഡ്രജൻ എത്രയേ ഉള്ളൂ? 2 ഉള്ളൂ. ഇവിടെ ഹൈഡ്രജൻ LHSൽ ഹൈഡ്രജൻ 8 ഉണ്ട്. അപ്പോൾ RHSൽ 2 ഉള്ളൂ. അപ്പം ഞാൻ ഇവിടെ 4 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എത്രയായി? 4 ഹൈഡ്രജനായി. ഇനി ബാലൻസ് ആയോ എന്ന് ജസ്റ്റ് നോക്കുക. Fe നോക്കുക. 3 ഉണ്ട്. ഇവിടെയും 3 തന്നെയാണ്. ഹൈഡ്രജൻ 8 ആയി. ഇവിടെയും 8 തന്നെയാണ്. ഓക്സിജൻ 4 ഉണ്ട്. ഇവിടെയും 4 തന്നെ. അതുപോലെ ഞാൻ ഇവിടെ ഒരു കേസിൽ നിങ്ങളത് ഓർക്കുക. അതായത് ഈ നമ്മൾ വാട്ടർ എടുത്താൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ 4 ഓക്സിജനും ബാധകമാണ്, ഹൈഡ്രജനും ബാധകമാണ്. അതുപോലെ ഈ ഹൈഡ്രജൻ 8 ആയത് എങ്ങനെയാണ്? ഇവിടെ 4, ഇവിടെ 2. 4 × 2 അങ്ങനെയാണ് 8 വന്നത്. 4 × 2 അങ്ങനെയാണ് ഇവിടെ 8 വന്നിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്? 4 × 2 അങ്ങനെയാണ് ഹൈഡ്രജൻ 8 ആറ്റംസ്. ഇങ്ങനെ കേസ് വരുമ്പം ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കേണ്ടത് ഇൻറ്റു ചെയ്യുക ഇവിടെ രണ്ടും കൂടെ. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും. അപ്പോൾ ഇത് ബാലൻസ്ഡ് ആയിട്ട് കഴിഞ്ഞു. ഓക്സിജൻ 4, ഇവിടെയും ഓക്സിജൻ 4. അപ്പോൾ ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയി.